ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾ ഏകപക്ഷീയ നിലപാടെടുക്കാൻ പാടില്ല. കോടതി കുറ്റക്കാരാണെന്ന് പറയാതെ അവരുടെ നേർക്ക് നടപടികളെടുക്കുന്നത് നിയമം കയ്യിലെടുക്കുന്നത് പോലെയാണ്. ഭരണകൂടം ജഡ്ജിയാകരുത് എന്നും സുപ്രീം കോടതി പരാമർശിച്ചു. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, നേരത്തെയും ഈ സംഭവത്തിൽ, ബുൾഡോസർ രാജ് സംഭവത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുറേക്കൂടെ ശക്തമായിട്ടുള്ള വിമർശനമാണെന്ന് തോന്നുന്നു. ഏത് കേസിലായിരുന്നു സംഭവം? ആർക്കെതിരെയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്? സനീഷ്, 2022 ഡൽഹിയിലെ ജഹാംഗീർപുരയിൽ വീടുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. പിന്നാലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നു എന്ന വിവിധ പരാതികളെത്തി. ഇപ്പോൾ കോടതി ഈ പരാതികളിലെല്ലാം, അതായത് ഈ ഹർജികളിലെല്ലാം തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് വലിയ വിമർശനത്തോടു കൂടി ഈ ഹർജി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തിപരമായി നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് നേരത്തെ തന്നെ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചതാണ്. ഇന്നിപ്പോൾ ഈ കോടതി ഉത്തരവിൽ തന്നെ പറയുന്നത്, ജുഡീഷ്യറി ചുമതല സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല, ഉദ്യോഗസ്ഥരുടെ അധികാര ദുർവിനിയോഗം തടയണം, രാജ്യത്ത് നിയമവാഴ്ചയും മൗലികാവകാശങ്ങളും പാലിക്കപ്പെടണം, ഓരോ കുടുംബത്തിന്റെയും സ്വപ്നമാണ് വാസസ്ഥലം എന്നത്. ഏതെങ്കിലും ഒരാൾ ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ആരും കുറ്റക്കാരാകില്ല. ആരാണ് തെറ്റുകാർ എന്ന് സർക്കാരല്ല തീരുമാനിക്കേണ്ടത്. കുറ്റക്കാർ ആണെങ്കിൽ പോലും സ്വത്തിൽ അവകാശം ഇല്ലാതാകുന്നില്ല. അതുപോലെ ഈ വാസസ്ഥലം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ്. അർദ്ധരാത്രി വീടുകൾ പൊളിച്ച് സ്ത്രീകളെയും കുട്ടികളെയും തെരുവിലേക്ക് ഇറക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമല്ല. എക്സിക്യൂട്ടീവ് അത്തരം നടപടികൾക്ക് അനുമതി നൽകുന്നത് നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണ്. കുറ്റാരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വ്യക്തികളുടെ സ്വത്ത് പൊളിച്ചാൽ നിയമവാഴ്ചയെ ബാധിക്കും. എക്സിക്യൂട്ടീവിന് ജഡ്ജിയാകരുത്. അതുപോലെ കുറ്റാരോപിതരുടെ സ്വത്തുക്കൾ പൊളിക്കാനും എക്സിക്യൂട്ടീവിന് നിയമപരമല്ലാത്ത രീതിയിൽ പൊളിക്കാൻ അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതി ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം ഏറ്റവും സുപ്രധാനമായത്, ഈ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം, നോട്ടീസ് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കണം, 15 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം, നോട്ടീസ് ജില്ലാ കളക്ടറോ ജില്ലാ മജിസ്ട്രേറ്റോ നൽകണം, നിർമ്മാണങ്ങൾ പൊളിക്കുന്നതിന് നോഡൽ ഓഫീസറെ നിയമിക്കണം, പൊളിക്കാനുള്ള ഉത്തരവ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം, പൊളിക്കുന്നത് ദൃശ്യവൽക്കരിച്ച് സൂക്ഷിക്കണം. ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളോടെയാണ് ഈ ഹർജി അവസാനിപ്പിച്ചിട്ടുള്ളത്. ഷബ്ന, വളരെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങളാണല്ലോ അതിനകത്തുള്ളത്. ഈ കേരളം പോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ അങ്ങേയറ്റം വിചിത്രമായതും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമായ ഒരു കാര്യമായിട്ടാണ് എപ്പോഴും ഈ ബുൾഡോസർ രാജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ സംഭവം തോന്നാറ്. അതായത് ഈ കുടുംബത്തിനകത്തെ ഒരാൾ കുറ്റവാളിയോ മറ്റോ ആയതുകൊണ്ട് ആ കുടുംബത്തെ ആകെ തന്നെയും പെരുവഴിയിലാക്കുന്ന വിധത്തിൽ വീടുകളും വാസസ്ഥലങ്ങളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ പൊളിച്ചു കളയുക. അപ്പോൾ ആ വീടിനകത്ത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവർ, കോടതി ഇപ്പോൾ ഇതിൽ ശരിയാവണ്ണം നിരീക്ഷിക്കുന്നത് പോലെ, അവർ ഒറ്റ ദിവസം കൊണ്ട് ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരിക, വളരെ കാലമായിട്ട് തലമുറകളായിട്ട് താമസിക്കുന്ന വീട് അവർക്ക് നഷ്ടമാവുക, ആത്യന്തികമായിട്ട് ആ വീടിനകത്ത് കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ ഒരുപക്ഷെ യഥാർത്ഥ കുറ്റവാളി തന്നെയാകാം, കുറ്റം ചെയ്തയാളാകാം, പക്ഷേ ഒരാൾ അതിനകത്തുള്ളതുകൊണ്ട് ആ വീടിൻ്റെ ആകെ, ആ കുടുംബത്തിൻ്റെ ആകെ വാസസ്ഥലം നശിപ്പിച്ചു കളയുക എന്ന അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു ആധുനിക സമൂഹത്തിന് ചേരാത്തൊരു കാര്യമെന്ന് ഇതിനകം തന്നെ വിലയിരുത്തപ്പെട്ട ഈ ബുൾഡോസർ രാജിനെതിരെ അതിശക്തമായിട്ടുള്ള പരാമർശങ്ങളാണല്ലോ ഉള്ളത്. കോടതി വിധിയോട് ഏത് നിലക്കായിരിക്കും വരും ദിവസങ്ങളിലെ പ്രതികരണം? മുൻകാലങ്ങളിൽ സമാനമായിട്ടുള്ള വിമർശങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം തന്നെ കോടതി 25 ലക്ഷം രൂപ ഇത്തരത്തിൽ വീട് പൊളിച്ച ഒരാൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന് സുപ്രീം കോടതി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഇത്തരത്തിൽ അനധികൃതമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി നഷ്ടപരിഹാരം ഈടാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്ന് തന്നെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെയും പലതവണ ഇത്തരത്തിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുൻപ് അനധികൃതമായി പൊളിച്ചു നീക്കിയിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതിന് ഉടമയ്ക്ക് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാവുന്ന ഒരു അത്തരത്തിലൊരു ഉത്തരവ് കൂടിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ തന്നെ 25 ലക്ഷം രൂപ അനധികൃതമായി പൊളിച്ച വീടിന് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ഈ ഏതെങ്കിലും ഒരു കേസിൽ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിലെ ആരെങ്കിലും പ്രതിയായാൽ ആ ഒരാൾ പ്രതിയായി എന്നതിന്റെ പേരിൽ ഈ വീട് പൊളിച്ചു കളയുക എന്ന കാര്യത്തിലേക്ക് എത്താൻ എക്സിക്യൂട്ടീവിന് ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കോടതി ഏറ്റവും പ്രധാനമായി പറഞ്ഞത്, ഭരണകൂടം ജഡ്ജിയാകരുത്, എക്സിക്യൂട്ടീവ് ജഡ്ജിയാകരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്, ജുഡീഷ്യറിക്കാണ് ഇതിന്റെ പവർ. ഭരണകൂടം ഇതിന് നടപടി സ്വീകരിക്കരുത്. അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിൽ പൊളിച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ കേസിൽ പെട്ടു എന്ന കാരണത്താൽ ബുൾഡോസർ രാജ് നടപ്പാക്കരുത് എന്ന കർശനമായ ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്.